ഇപ്പോൾ CPIM നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുന്നു. അനിൽകുമാർ, ഇന്നലെ രണ്ട് സംഭവമാണ് ഉണ്ടായത്. ഒന്ന് പാലക്കാട്, അവിടെ ഈ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് 2-3 VHP നേതാക്കൾ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് കൃത്യമായി അവർ ചില തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കുന്നു, ഇവിടെ ഇതൊന്നും പാടില്ല. അതേപോലെ തന്നെ ആലപ്പുഴ മുതുകുളത്ത് ഇതേപോലെ ഒരു റോഡ് സൈഡിൽ ആർക്കും ശല്യമില്ലാതെ അവരുടെ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ക്രിസ്മസ് കരോളോ ഒക്കെ സംഘടിപ്പിക്കുന്ന 2 മനുഷ്യർക്ക് നേരെ RSSന്റെ താലൂക്ക് കാര്യവാഹക ഒരു ബൈക്കിൽ ചെന്നിട്ട് പറയുകയാണ്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, ഇനി ആവർത്തിച്ചാൽ ഭവിഷ്യത്ത് മോശമായിരിക്കും. എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? വർഗീയതയുടെ കീചക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന RSSന് ധാരാളം ഉപകീചകന്മാരുണ്ട്. മഹാത്മാഗാന്ധിയെ കൊല്ലുമ്പോൾ അത് ഹിന്ദു മഹാസഭയാവും. അത് തിമോത്തിയെയും അതുപോലെ തന്നെ ഫിലിപ്പും അടക്കമുള്ള ആളുകളെ, ഗ്രഹാം സ്റ്റെയിൻസ് അടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തുമ്പോൾ അത്തരം ഇടങ്ങളിലെല്ലാം അവര് ബജറംഗങ്ങളായി മാറും. അത് ഹൈമൻ സേനയായിട്ടായിരിക്കും ഗൗരി ലങ്കേഷിനെ വധിക്കാൻ വരുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളുടെ എണ്ണം BJPയുടെ ഭരണത്തിന്റെ 10 കൊല്ലക്കാലത്തെ ശരാശരി കണക്കെടുത്ത് മേലെയുമാണ്. ഓരോ വർഷവും രാജ്യത്തെമ്പാടും അത് വർദ്ധിച്ചു വരുന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ക്രൈസ്തവർ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളാണെങ്കിൽ പോലും എണ്ണത്തിൽ മുമ്പ് നിൽക്കുന്നു എന്നതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ക്രൈസ്തവ സമൂഹത്തെ കൂടുന്നതിന് വേണ്ടി ചില അനന്തയ വർത്തമാനങ്ങളൊക്കെ, ഉപചാര വർത്തമാനങ്ങളൊക്കെ പറയുന്നതല്ലാതെ ഒരിക്കലും RSSന്റെ നീചമായ രാഷ്ട്രീയത്തിന്റെ ദംഷ്ടയും നെറ്റിക്കണ്ണും മറച്ചു വെക്കാനാവാത്ത വിധം തുറന്നു കാട്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇവർ ആമൂലം ഇവരുടെ DNA-യുടെ ഭാഗമായ ഈ രാഷ്ട്രീയത്തെ, ഈ വർഗീയ രാഷ്ട്രീയത്തെ, കപട വർഗീയതയെ പുറന്തള്ളുന്ന, വിസർജിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു നിലപാടാണ് ഇപ്പോ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് അവരെടുത്തിരിക്കുന്ന പരസ്യമായ നിലപാട്. ഇത് ചില ആളുകൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കാൻ ഒരു തൃശ്ശൂരിന്റെ ആവർത്തനം ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കാമോ എന്ന് കരുതാനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായി ഈ വിഷം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വെറുപ്പ് സൂക്ഷിക്കുന്ന കുറെ പേരുണ്ട്. ചിലരുടെ മനസ്സിൽ നിന്നത് പൊട്ടി പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണാനാവുന്നത്. ശക്തമായ നിയമ നടപടി കേരള സർക്കാർ സ്വീകരിച്ചു. അത് പിണറായി സർക്കാരിനെ അക്കാര്യത്തിൽ നമുക്ക് അഭിനന്ദിക്കാം. ഇതേ നിലയിൽ തന്നെ അതിനെ നിയമപരമായി, രാഷ്ട്രീയമായി നേരിടുക എന്ന് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആ നിലയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക വേണം. അനിൽകുമാർ, ഈ ആലപ്പുഴ മുതുകുളത്ത് 2 സാധു മനുഷ്യർ അവർ ഒരു ചെറിയ മൈക്കുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് അവരുടെ സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. അപ്പോഴാണ് ഈ RSSന്റെ നേതാവ് അങ്ങോട്ട് വരുന്നത്. ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എങ്കിൽ ശരി, ആ രീതിയിലൊരു വാക്ക് വർത്തമാനം നമുക്ക് അതിനെ ന്യായീകരിക്കാൻ വേണമെന്നെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടാകുന്നില്ല. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് വളരെ കൃത്യമായിട്ട് അയാൾ പറയുകയാണ്, അതായത് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, ആവർത്തിച്ചാൽ സ്ഥിതി ഇതായിരിക്കില്ല, മോശമാകും. അതായത് ഇവരുടെ ഉള്ളിൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രകടനമാണ്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു അപരമത വിദ്വേഷമാണ് ഈ പുറത്തു വരുന്നത്. BJP നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരായി പരമ്പരാഗതമായി അവർ നടത്തിവരുന്ന ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം അവരുടെ നയത്തിൽ നിന്ന് മാറിയെന്നില്ല, വിചാരധാരയെ അവർ മാറ്റിവെച്ചിട്ടില്ല. ക്രിസ്ത്യൻ, മുസ്ലിം മതവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് RSSന്റെ തത്വശാസ്ത്രം അവർ മാറ്റിവെച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടി അവര് യഥാർത്ഥത്തിൽ മാൻകുട്ടികളായി അഭിനയിക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ അഭിനയിക്കുമ്പോഴും സംഘപരിവാരത്തിന്റെ BJPയുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലാത്തവരുടെ മനസ്സിൽ കിടക്കുന്ന ഈ വിദ്വേഷ രാഷ്ട്രീയം തിളച്ചു പൊന്തും. ഇവിടെ ഹിന്ദുക്കൾക്ക് ഒരു ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് തന്നെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഈ പൊതുമണ്ഡലത്തിൽ അവകാശമുണ്ട്. ഇല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ എല്ലാവർക്കും എന്തെല്ലാമാണ് അവകാശങ്ങൾ, അതാണ് എല്ലാവരും പാലിക്കേണ്ടത്. അതിനെക്കുറിച്ച് സംവാദമാകാം. പക്ഷെ ഒരു കൂട്ടർക്ക് മാത്രമാകാം, മറ്റൊരു കൂട്ടർക്ക് പാടില്ല എന്ന് പറയുന്നത് മതരാഷ്ട്രീയത്തിന് നിരവധിയാണ്. അതിനോട് കലഹിക്കുക തന്നെയാണ്. അത് RSSും ജമാഅത്ത് ഇസ്ലാമി, SDPയും എല്ലാം എടുക്കുന്ന ഈ നിലപാടിനോട് കലഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനാകും. റബ്ബറിന് 250 രൂപയാക്കി തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാമെന്നൊരു ബിഷപ്പ് തന്നെ ഇവിടെ പറയുകയാണ്. ഇന്നിപ്പോൾ കാത്തോലിക്ക കോൺഫറൻസിൻ്റെ ഒരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നു. അതിൽ പ്രധാനമന്ത്രിയാണ് മുഖ്യ ക്ഷണിതാവായി പങ്കെടുക്കുന്നത്. ഏതൊക്കെ രീതിയിൽ
ന്യൂനപക്ഷ അക്രമം ഉണ്ടായാലും അതൊന്നും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് വീണ്ടും സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് കൂടി ചില ക്രൈസ്തവ നേതാക്കന്മാർ സ്വീകരിക്കുന്നു എന്നുകൂടിയുണ്ട്. അനിൽകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് 10ാമത്തെ ക്രിസ്മസ് വരികയാണ്. 9ാമത്തെ ക്രിസ്മസും 8ാമത്തെ ക്രിസ്മസും 9ാമത്തെ ക്രിസ്മസും 10ാമത്തെ ക്രിസ്മസിലുമാണല്ലോ അദ്ദേഹത്തിന് ക്രൈസ്തവ ആരാധനാലയം കൊണ്ട് പ്രേമം തുടങ്ങിയത്. ഇതിന് കാരണം എന്താണ്? മണിപ്പൂരിൽ പൊളിച്ചടിക്കിയ പള്ളിയുടെ കണക്കെത്രയാണ്? ഗുജറാത്ത് വംശധാരിത്യ കാലത്ത് 182 ആരാധനാലയങ്ങളാണ് മുസ്ലിങ്ങളുടേത് അവിടെ പൊളിച്ചടുക്കിയതെങ്കിൽ അതിനെ അതിലംഘിക്കുന്ന വിധമുള്ള ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടതാണ് മണിപ്പൂരിലെ അവസ്ഥ. അതുകൊണ്ട് വിരുന്ന് നടത്തുകയാണെങ്കിൽ മണിപ്പൂരിലാണ് വിരുന്ന് നടത്തേണ്ടത്. അവിടെ ആ പാപം പങ്കിടുമ്പോൾ ആ പാപത്തിന്റെ പാനീയമാണ് ക്രിസ്മസിന് മുമ്പ് അദ്ദേഹം പാനീയം കുടിക്കേണ്ടത്. ഇവിടെ മണിപ്പൂരിലെ ജനങ്ങൾ കയ്പുനീര് കുടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി അനിൽകുമാർ പ്രതികരിച്ചതിന്.